അമേരിക്കയിൽ സ്ത്രീയും പുരുഷനും മാത്രമേ ഉള്ളൂ എന്നും മൂന്നാമതൊരു വിഭാഗമില്ലെന്നും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുമ്പോൾ സമാനമായ വിധിയാണ് ബ്രിട്ടീഷ് കോടതിയിൽ നിന്നുണ്ടായത്. പിറവിയിലെ സ്ത്രീയെങ്കിൽ മാത്രമേ സ്ത്രീയാകൂ എന്ന സുപ്രധാന വിധിയുമായി ബ്രിട്ടീഷ് സുപ്രീം കോടതി സ്ത്രീയെ നിർവചിച്ചു. സ്കോട്ടിഷ് സർക്കാരും FWS എന്ന സ്ത്രീ അവകാശ സംഘടനയും തമ്മിൽ വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിലാണ് സുപ്രീം കോടതിയുടെ നിർണായക വിധി. ട്രാൻസ്ജെൻഡർ സ്ത്രീകൾക്ക് ഏകലിംഗ ഇടങ്ങളിൽ പ്രവേശിക്കാനുള്ള അവകാശത്തെ ഇല്ലാതാക്കുന്ന വിധിക്കെതിരെ പ്രതിഷേധവും ശക്തമായി. വിധിയെ സ്വാഗതം ചെയ്ത് നിരവധി പ്രമുഖരും സംഘടനകളും രംഗത്തെത്തി. സ്ത്രീ ആരാണെന്ന് നിയമപരമായ വ്യക്തത വരുത്തുന്ന വിധിയെന്ന് FWS. ട്രാൻസ് വിഷയത്തിൽ മൗനം പാലിക്കുന്ന പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറുടെ ലേബർ പാർട്ടി സർക്കാരിനുമേൽ വിധി കൂടുതൽ സമ്മർദ്ദമുണ്ടാക്കുമെന്ന് വിലയിരുത്തൽ. ആരാണ് സ്ത്രീ എന്ന ചോദ്യത്തിന് ബ്രിട്ടീഷ് സുപ്രീം കോടതി നിർവചനം പറഞ്ഞു. നിർവചനത്തിന് പിന്നാലെ വിവാദവും പ്രതിഷേധവും ആഘോഷവും കൊണ്ട് ബ്രിട്ടീഷ് രാഷ്ട്രീയം കലങ്ങിമറിഞ്ഞു. പുരോഗമനം പറഞ്ഞവർ വിധി കേട്ട് പകച്ചു. ഭരണപക്ഷമായ ലേബർ പാർട്ടി സമ്മർദ്ദത്തിലുമായി. ജീവശാസ്ത്രപരമായി സ്ത്രീയായി ജനിച്ചവർ മാത്രമേ സ്ത്രീ എന്ന നിർവചനത്തിൽ പെടൂ എന്നാണ് UK പരമോന്നത കോടതിയുടെ വിധി. സ്ത്രീ എന്നതിൻ്റെ നിയമപരമായ നിർവചനം ജനന സമയത്തെ ഒരു വ്യക്തിയുടെ ലിംഗത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണെന്ന് ജസ്റ്റിസ് പാട്രിക് ഹോഡ്ജ് അധ്യക്ഷനായ 5-അംഗ ബെഞ്ച് കഴിഞ്ഞയാഴ്ച ഏകകണ്ഠമായി വിധിച്ചിരുന്നു. 2010 UK ഇക്വാളിറ്റി ആക്ട് അഥവാ ലിംഗസമത്വ നിയമം അനുശാസിക്കുന്നതും ഇതാണെന്ന് കോടതി വ്യക്തമാക്കി. അതേസമയം ഏതെങ്കിലും തരത്തിലുള്ള വിവേചനം നേരിടുന്നതിൽ നിന്നും ട്രാൻസ്ജെൻഡർ സ്ത്രീകളെ സംരക്ഷിക്കുന്ന നിയമം തുടരുമെന്നും ലണ്ടൻ കോടതിയിൽ ജഡ്ജിമാർ വ്യക്തമാക്കി. എഡിൻബർഗ് കോർട്ട് ഓഫ് സെക്ഷനിൽ നീക്കം പരാജയപ്പെട്ടതോടെ സ്കോട്ടിഷ് ഗവൺമെന്റിനെതിരെ ഫോർ വുമൺ സ്കോട്ട്ലൻഡ് ക്യാമ്പയിൻ ഗ്രൂപ്പ് അഥവാ FWS എന്ന സ്ത്രീ അവകാശ സംഘടന സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിലാണ് നിർണായകമായ വിധി. ഈ വിധിയോടെ ലിംഗമാറ്റത്തിലൂടെ സ്ത്രീയായി എന്നത് അംഗീകരിച്ചുള്ള സർട്ടിഫിക്കറ്റുകൾ ലഭിച്ച രാജ്യത്തെ ട്രാൻസ്ജെൻഡറുകളെ സ്ത്രീയായി പരിഗണിക്കാനാവില്ലെന്നും വ്യക്തമാവുന്നുണ്ട്. അത്തരം സർട്ടിഫിക്കറ്റുകൾ കൈവശമുള്ളവർ വിധി വന്നതോടെ ആശങ്കയിലായി. ലിംഗസമത്വത്തിന്റെ വ്യാഖ്യാനങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലായിരുന്നു നിയമ പോരാട്ടത്തിന്റെ കാതൽ. സ്കോട്ട്ലൻഡിലെ പൊതുസ്ഥാപനങ്ങളുടെ ബോർഡുകളിൽ 50% വനിതാ പ്രാതിനിധ്യമുണ്ടായിരിക്കണമെന്ന നിയമത്തെ ചോദ്യം ചെയ്താണ് ഫോർ വിമൻ സ്കോട്ട്ലൻഡ് ക്യാമ്പയിൻ നിയമ പോരാട്ടം ആരംഭിച്ചത്. സ്കോട്ടിഷ് നിയമപ്രകാരം ട്രാൻസ് സ്ത്രീകളെയും സ്ത്രീകളായാണ് കണക്കാക്കുന്നത്. സ്കോട്ട്ലൻഡിന്റെ ലിംഗസമത്വ നിയമപ്രകാരം ജെൻഡർ റെക്കഗ്നിഷൻ സർട്ടിഫിക്കറ്റ് കൈവശമുള്ള ട്രാൻസ് സ്ത്രീകൾക്ക് ജനനം കൊണ്ട് സ്ത്രീയായ ഒരാൾക്ക് ലഭിക്കുന്ന അതേ പരിരക്ഷ കിട്ടുമെന്നുള്ളതാണ്. ഈ വ്യാഖ്യാനം ശരിയല്ലെന്നാണ് സുപ്രീം കോടതി വിധിയിലൂടെ സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നത്. ലൈംഗികതയെ ജീവശാസ്ത്രപരമായ ലൈംഗികതയായി വ്യാഖ്യാനിച്ചാൽ മാത്രമേ ശരിയാകൂ എന്നും കോടതി നിരീക്ഷിച്ചു. 2004 ജെൻഡർ റെക്കഗ്നിഷൻ ആക്ട് പ്രകാരം സർട്ടിഫൈ ചെയ്ത ലിംഗത്തിൽപ്പെട്ടവരാണോ ഈ ലിംഗത്തിൽ ജനിച്ചവരാണോ സ്ത്രീകളെന്ന ചോദ്യത്തിനാണ് സുപ്രീം കോടതി ജഡ്ജിമാർ ഇപ്പോൾ വിധി പറഞ്ഞിരിക്കുന്നത്. വിധിയെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ അനുകൂലിക്കുന്നുവെന്നാണ് അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്ന് വ്യക്തമാക്കുന്നത്. ട്രാൻസ്ജെൻഡർ സ്ത്രീകൾ സ്ത്രീകളാണെന്ന് കെയർ സ്റ്റാർമർ വിശ്വസിക്കുന്നില്ല എന്നാണ് ഔദ്യോഗിക വക്താവ് വെളിപ്പെടുത്തിയത്. അതിനിടെ കോടതി വിധിക്ക് പിന്നാലെ ബ്രിട്ടീഷ് തെരുവുകളിൽ പ്രതിഷേധങ്ങൾ അരങ്ങേറുകയാണ്. വിധി ട്രാൻസ് സ്ത്രീകളുടെ അവകാശങ്ങളെ ഹനിക്കുന്നതാണെന്നാണ് പ്രതിഷേധക്കാരുടെ വാദം. ട്രാൻസ്ജെൻഡറുകളുടെ അവകാശത്തിനു വേണ്ടി ലണ്ടനിലെ തെരുവിലിറങ്ങിയവർ ബ്രിട്ടീഷ് പാർലമെന്റിന് മുന്നിൽ സമരം ശക്തമാക്കാനും ആഹ്വാനം ചെയ്തു. വിധി പ്രാബല്യത്തിലാകുമ്പോൾ പൊതു ഇടങ്ങളിൽ സ്ത്രീ പുരുഷൻ എന്ന നിലയ്ക്കുള്ള സംവിധാനങ്ങളും പരിഗണനകളും മാത്രമേ ഉണ്ടാകൂ എന്നാണ് പ്രതിഷേധക്കാരുടെ വാദം. ഇതോടെ ടോയ്ലറ്റുകൾ, വസ്ത്രം മാറാനുള്ള സൗകര്യം, ആശുപത്രി വാർഡുകൾ തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം ജന്മനാ സ്ത്രീലിംഗത്തിൽപ്പെട്ടവർക്ക് മാത്രമേ വനിതകൾക്കുള്ള സൗകര്യങ്ങൾ ലഭിക്കൂ എന്നും വിവേചനത്തിൽ നിന്ന് ട്രാൻസ്ജെൻഡറുകളെ രക്ഷിക്കണമെന്നും പ്രതിഷേധക്കാർ പറയുന്നു. ട്രാൻസ്ജെൻഡറുകളോട് ഭരണ സംവിധാനത്തിൽ തന്നെ വിവേചനത്തിനിടയാക്കുന്നതാണ് വിധിയെന്ന് ബ്രിട്ടീഷ് തുല്യതാ മനുഷ്യാവകാശ കമ്മീഷനും അഭിപ്രായപ്പെട്ടു. അതേസമയം വിധിയെ സ്വാഗതം ചെയ്ത് നിരവധി പേർ രംഗത്തെത്തി. വിധി സ്ത്രീകളുടെ അവകാശത്തിലുള്ള വിജയമാണെന്ന് FWS ഡയറക്ടർ ട്രിന ബഡ്ജ് പറഞ്ഞു. ട്രാൻസ് അവകാശങ്ങളെക്കുറിച്ചുള്ള കേസല്ല ഇത്. സ്ത്രീ ആരാണെന്നത് സംബന്ധിച്ച് നിയമപരമായ വ്യക്തത വരുത്തുകയാണ് ചെയ്തത്. ഒരു സ്ത്രീക്ക് വേണ്ടിയുള്ള ഇടം സ്ത്രീക്ക് വേണ്ടി മാത്രമാണെന്നാണ് ഇതിൽ വ്യക്തമാക്കുന്നത്, മറിച്ച് പുരുഷൻ്റേതല്ല. ലിംഗം തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റ് നേടിയാലും
ഇതിൽ മാറ്റം വരില്ലെന്നും ട്രീന ബഡ്ജ് പ്രതികരിച്ചു. സ്ത്രീ എന്ന വിശേഷണത്തിൽ നിന്ന് ട്രാൻസ്ജെൻഡർ സ്ത്രീകളെ ഒഴിവാക്കിയ UK സുപ്രീം കോടതിയുടെ നിർണായക വിധിയിൽ സന്തോഷം പ്രകടിപ്പിച്ച് പ്രശസ്ത സാഹിത്യകാരി JK റൗളിംഗ് സിഗരറ്റ് വലിക്കുകയും മദ്യപിക്കുകയും ചെയ്യുന്ന ചിത്രം പങ്കുവെച്ചുകൊണ്ടായിരുന്നു വിധിയെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള റൗളിംഗിന്റെ ആഹ്ലാദ പ്രകടനം. സുപ്രീം കോടതി, വിമൻ റൈറ്റ്സ് തുടങ്ങിയ ഹാഷ്ടാഗുകളും പങ്കുവച്ച റൗളിംഗ് അമേരിക്കൻ സീരീസിലെ ജോൺ ഹാനിബൽ സ്മിത്ത് എന്ന കഥാപാത്രം പറയുന്ന പ്രസിദ്ധമായ ഐ ലവ് ഇറ്റ് വെൻ ഐ പ്ലാൻ കംസ് ടുഗദർ എന്ന സംഭാഷണവും പോസ്റ്ററിനൊപ്പം കുറിച്ചു. ട്രാൻസ് വിരുദ്ധ പരാമർശം നടത്തിയെന്നാരോപിക്കപ്പെട്ട് രൂക്ഷ വിമർശനം നേരിടേണ്ടി വന്ന വ്യക്തിയാണ് JK റൗളിംഗ്. ആർത്തവ ശുചിത്വവുമായി ബന്ധപ്പെട്ട ലേഖനത്തിന്റെ തലക്കെട്ടിനെ കളിയാക്കിയെന്നാരോപിച്ചാണ് ചിലർ റൗളിംഗിനെതിരെ തിരിഞ്ഞത്. പീപ്പിൾ ഹൂ മെൻസ്ട്രുവേറ്റ് അഥവാ ആർത്തവമുള്ള ആളുകൾ എന്ന പ്രയോഗത്തിന് പകരം സ്ത്രീകളെന്ന് പറഞ്ഞാൽ പോരെ എന്ന റൗളിംഗിന്റെ ചോദ്യത്തിനെതിരെയാണ് വിമർശനമുയർന്നത്. സ്ത്രീകൾക്ക് മാത്രമല്ല ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവർക്കും ആർത്തവമുണ്ടാകുമെന്നാണ് വിമർശനമുയർത്തിയവരുടെ വാദം. സുപ്രീം കോടതി വിധി വന്നതോടെ UKയിലെ നാഷണൽ ഹെൽത്ത് സർവീസിൽ വനിതാ നഴ്സുമാരുടെ വസ്ത്രം മാറുന്ന മുറികൾ ട്രാൻസ് വനിതാ ജീവനക്കാർക്കായി തുറന്നുകൊടുക്കുന്നതുൾപ്പെടെ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കും. NHSനു പുറമെ പോലീസ്, വനിതാ ജയിലുകൾ എന്നിവിടങ്ങളിലും ട്രാൻസ് അനുകൂല നിബന്ധനകൾ പുറപ്പെടുവിച്ചിരുന്നു. സുപ്രീം കോടതി വിധിക്കെതിരെ പ്രതിഷേധങ്ങൾ ശക്തമാകുമ്പോൾ പ്രധാനമന്ത്രി കെയ്ർ സ്റ്റാർമറെ എത്രത്തോളം സമ്മർദ്ദത്തിലാക്കുമെന്നതും ഇനിയുള്ള നാളുകളിൽ അറിയാം.